ഹലോ ടെസ്റ്റ് ഓക്കെ ഇവിടെ എല്ലാം കറക്റ്റല്ലേ വർക്ക് ചെയ്യണുണ്ടോ? നമസ്കാരം. എന്നെ കണ്ട് കുറേ നാളായെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ പ്രോഡക്ട്സുമായി വന്നിരുന്നു. അതിലൊരു മെയിൻ സാധനമാണ് ദാണ്ട് ഈ ഇരിക്കുന്ന ഐറ്റം, സാംസങ് ഗാലക്സി Z ഫോൾഡ് 6, അതേപോലെ Z ഫ്ലിപ്പ് 6, അതുപോലെ നമ്മൾ ദാണ്ട് ഈ ബഡ്സ് ഇറക്കി, പിന്നെ വാച്ച് അൾട്ര, വാച്ച് 7, റിങ് പക്ഷേ അമേരിക്കയിലാണ് ഇപ്പോൾ തൽക്കാലം ഉള്ളത്. പക്ഷെ പതുക്കെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ വരുന്നതായിരിക്കും. അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി അനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറേ എണ്ണം വന്നിട്ട് സാംസങ് കോപ്പി അടിച്ച്, സാംസങ് വാച്ച് അൾട്രയെ കോപ്പി അടിച്ച്, സാംസങ് ബഡ്സിനെ കോപ്പി അടിച്ച്, മറ്റേ ചെറുക്കൻ്റെ ലൈറ്റ് ഞാൻ എടുത്ത് അത് ഞാൻ ഉള്ളത് പറയാമല്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അത് നൈസായിട്ട് മുക്കി. അല്ലടേ ഈ ഞാൻ മാത്രമാണ് അവിടെ അടിച്ചു മാറ്റണത്, ആപ്പിൾ അടിച്ചു മാറ്റാറില്ലേ? എന്തൊക്കെ സാധനം iOS 18 ആൻഡ്രോയിഡിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഞാൻ വല്ലതും പറഞ്ഞ? നമ്മൾ ബഡ്സ് അതുപോലത്തെ ഒരു സാധനം നമ്മൾ ഇറക്കി, എന്ത് പ്രശ്നം എന്താണ്? ഇതുപോലത്തെ ഡിസൈനുള്ള വേറെ സാധനം ഇല്ലേ? എൻ്റെ ചോദ്യം അതാണ്. ബോട്ട് മറ്റേ ഓപ്പോ എൻകോ സീരീസ്, ഈ പറയണ നത്തിങ്, യവന്മാരൊക്കെ ഇതുപോലത്തെ ഡിസൈൻ തന്നെയാണ് ഇറക്കണത്. പിന്നെ എന്താ നമ്മൾ ഇറക്കിയ പ്രശ്നം? നമ്മൾ ഇറക്കിയാൽ മാത്രം എങ്ങനെ കോപ്പി അടിയാവും? ആപ്പിൾ വാച്ച് അൾട്ര ശരിയാണ്, നമ്മൾ ആപ്പിൾ വാച്ച് അൾട്ര അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിറ്റുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇറക്കി. ആപ്പിൾ ഇറക്കിയിട്ടുണ്ടോ ഫോൾഡ് ഫോൺ? എത്ര പേര് ഫോൾഡ് ഫോൺ ഇറക്കുന്നു? OnePlus ഇറക്കിയില്ലേ? വിവോ ഇറക്കിയില്ലേ? ഷവോമി ഇറക്കിയില്ലേ? നമ്മളല്ലേ ആദ്യം ഇറക്കി. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പിന്നെ എന്ത് പ്രശ്നമാടേ? നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ അടിച്ചു മാറ്റി മുക്കി, അയ്യേ ഇവന് വേറെ പണിയൊന്നും ഇല്ലേ? ഇത് കൊള്ളാല്ലേ? ബാക്കിയുള്ളവന്മാര് ചെയ്ത് കഴിഞ്ഞാൽ ഓഹോ, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ആഹായ. നടക്കൂല ഏട്ടാ. ഓരോരുത്തന്മാര് വരും കുറെ ഫാനോളികൾ. നീക്ക് എന്താണെന്ന് വിചാരിച്ചോണ്ടിരിക്കണേ? എന്നോട് കളിക്കാവുന്നുണ്ടല്ലോ. എത്ര വർഷമാണ് നിന്നേക്കാട്ട് എത്ര പ്രായം ഉണ്ടെന്ന് അറിയോ എനിക്ക്? ഈ മറ്റവനൊക്കെ പിച്ച വെച്ച് ഇറങ്ങുന്ന സമയം തൊട്ട് നമ്മളൊക്കെ ഫോൺ വിറ്റ് തുടങ്ങിയ ടീമുകളാണ്. നമ്മളൊക്കെ പാരമ്പര്യത്തെ പറ്റി സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും ഈ വീഡിയോയിലൊന്നും നിൽക്കൂല. കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ ഉണ്ട്, നമുക്കറിയൂ. ഇവിടെ ഈ ദുബായിലെ ബുർജ് ഖലീഫ ആരുണ്ടാക്കിയത്? എടാ ബഹുമാനിക്കടാ, ബഹുമാനി. എനിക്ക് അത്രയാണ് പറയുള്ളത്, ബഹുമാനിക്കാം. വെറുതെ വന്നിരുന്ന ആക്കാൻ മാത്രം അറിയാം, തേങ്ങേരാരി. അപ്പൊ എനിക്ക് ഈ ഒരു ഡിവൈസിനെ പറ്റി പറയാനുള്ളത്, വളരെ ഗംഭീര ഡിവൈസാണ്. ഇത് അവരുടെ ടൈറ്റേനിയം കളറാണ്. നമ്മുടെ ഇതുപോലെ ഒരു പിങ്ക് കളറുണ്ട്, ഒരു നീല കളറുണ്ട്, നീലത്താമര ഓക്കെ അതുണ്ട്. പിന്നെ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാശ് കുറേ കൊടുക്കേണ്ടി വരും, അത് വേറെ കേസ്. 1,65,000 രൂപയാവും. അതൊക്കെ അത്രയൊക്കെ ആവും. വേണമെങ്കിൽ മേടിച്ചാൽ മതി. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഇതെല്ലാവരും മേടിച്ച് എല്ലാവരും കീശയിലും വെച്ചേക്കണമെന്ന് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. ഇത് വളരെ നീശായിട്ടുള്ള ആൾക്കാരെ എടുക്കത്തുള്ളൂ. വേറിട്ട് നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ സാധനം എടുക്കുന്നത്. നമ്മുടെ എല്ലാ പ്രോഡക്റ്റും അത് തന്നെ. നീയൊക്കെ പറയണേ ആപ്പിളും മാങ്കോയും ചക്കയൊക്കെ നമ്മളെന്നാണ് ഡിസ്പ്ലേ എടുത്തുകൊണ്ട് പോണത്. നീയൊക്കെ മറ്റേ ഇങ്ങനെ ഇരുന്ന് കാണുന്ന സാധനമില്ലേ? സാംസങ് ആണ് മുഖത്തുമാക്കി ചിരിക്കണത്. നമ്മൾ കട്ടീസ് ഇട്ട് കഴിഞ്ഞാൽ തീരും. നമ്മൾ LG അവിടെ പോകും, LG അവിടെ കിടന്ന് മുക്കറി ഇടും. ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. വലിയ മാറ്റമൊന്നും, വലിയ സംഭവമൊന്നുമില്ലടേ. നമ്മുടെ അൽത്തമാമ്പിലെ പിള്ളേരാണ് ഈ സാധനം സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ അവരെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ദുബായിൽ നിന്നൊക്കെ ഫുൾ റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നല്ല ലാഭത്തിൽ കിട്ടും. നമ്മുടെ അജർക്കണ്ടല്ലേ കാൾനീശാസം, അവൻ്റെ പേര് പറഞ്ഞാൽ മതി. നമ്മൾ അത് കണ്ടിട്ട് വന്നേണെന്ന് പറഞ്ഞാൽ നല്ല ലാഭത്തിന് നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. പൊതുവെ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും ബെറ്ററാണ്. പിന്നെ ദുബായിൽ ആമസോണിൽ പിങ്ക് കളറിന് 6,500 സംതിങ് ദർഹേ ഉള്ളൂ. അതേപോലെ 256 GB കേട്ടോ, 512 ഒന്നുമല്ല. പിന്നെ 256 GB നീല കളറിന് 6,800 സംതിങ്. ആമസോണിൽ നിന്ന് മേടിച്ചാൽ മാത്രമേ ഉള്ളൂ. ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ 7,200 ദർഹം കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് പെട്ടി വരുന്നത്. പെട്ടിയിൽ അത് ചാർജറൊന്നുമില്ല. ഞാൻ തരൂല. എന്ത് ചെയ്യും? ക്യാഷ് കൊടുക്കുമോ? പോയി കൊടുക്കും. നീ ആരും വയ്ക്കൂല. അടുത്ത 2 വർഷത്തിൽ നീയൊക്കെ നോക്കി നിൻ്റെയൊക്കെ ഓപ്പോയും കോപ്പോയൊക്കെ പോക്കും. OnePlus ഇപ്പോഴേ ജർമ്മനി, സൗദി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നിന്നൊക്കെ പൊക്കി ചാർജർ. കണ്ടോ? നീയൊക്കെ മറ്റേ 200 എന്നിട്ട് 20 മിനിറ്റ് കൊണ്ട് മറ്റേ ഫുൾ ചാർജ് വെച്ചോണ്ടിരിക്കുകയല്ലേ? ചാർജർ പോകുമ്പം 5,000 രൂപ ചാർജർ മേടിച്ചു ഉണ്ടാക്കണം കേട്ടാ. ഇല്ല പിന്നെ എന്താ ഈ മൂട്ടിൻ്റെ അകത്ത് വയറും മറ്റേ സിമ്മ് കുത്തി കളക്കണ സാധനമുണ്ട്. പിന്നെ ബുക്കും പേപ്പറും കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലൂമിനിയം പാത്രമാണ്. അലൂമിനിയം പാത്രമല്ല, അലൂമിനിയം ആണ് ഈ ഫുൾ ഇരിക്കണം, അല്ലാതെ ടൈറ്റാനിയം ഒന്നും അല്ല. ടൈറ്റാനിയമിൻ്റെ ഒരു പോളിഷിനെസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇത് സാധാ അലൂമിനിയം. ഇവിടെയൊക്കെ മറ്റേ ആർമറി അലൂമിനിയമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. തറ വീണ് കഴിഞ്ഞാൽ അത്യാവശ്യം പൊട്ടൂല. ഒരു 3 പ്രാവശ്യം വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടുമായിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ നമ്മൾ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് കൊടുത്തേക്കുന്നത്. ഈ ബാക്കിലെ മൂടുണ്ടല്ലോ, അതാ ഇവിടെ ഗ്ലാസ് ആണ് വരുന്നത്, അതും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ്. പിന്നെ ക്യാമറയിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ ഫോൾഡ് 5 എന്തിനാണോ അതൊക്കെ തന്നെയാണ്. പിന്നെ അൾട്രാ വൈഡ് ചെറുതായിട്ടൊന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്തിനാണെങ്കിലും ഇതൊന്നൊക്കെ പൊക്കി കാണിച്ചു തരാം. ആ സൗണ്ട് കേട്ടില്ലേ, മനോഹരം. നിങ്ങൾ കാണാൻ പറ്റുന്ന പോലെ ഇപ്പോൾ ക്രീസൊന്നുമില്ല, പക്ഷെ ഒന്ന് മടക്കി കഴിയുമ്പോൾ ക്രീസ് വരും. എന്നാൽ അത്യാവശ്യം ക്രീസ് കുറയ്ക്കാനുള്ള ഒരു ടെക്നോളജി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ഫിലിം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ പറയുന്ന ക്രീസ് എന്ന് പറഞ്ഞ സാധനം ഒന്ന്
കുറയും. പിന്നെ മൂട്ടിൻ്റെ അകത്ത് എസ് പെന്നൊന്നുമില്ല. എസ് പെന്നിന് ഒരു സെപ്പറേറ്റ് ഒരു കേസ് ഉണ്ട്. അത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എസ് പെന്നൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെൽ ഫോണാണ്. ഞാൻ വല്ല മടക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ക്രീസ് വരുന്നതായിരിക്കും. പിന്നെ ഇതാ ഇവിടുത്തെ ഈ പവർ ബട്ടണിലാണ് നമ്മൾ ഫിംഗർ പ്രിൻ്റ് കൊടുത്തേക്കണം. എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ജ്യൂസ് എന്തിനായാലും കാണും. ഇല്ലേ സാംസങ് തന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ANTU2 QNTU സ്കോറൊക്കെ ഉണ്ട്. ആരും മറ്റേ അതൊന്നും ചെക്ക് ചെയ്യാനൊന്നും വേണ്ട. ഞാൻ എവിടെയെങ്കിലും എടുത്തിട്ടേക്കാം. പിന്നെ മറ്റേ ചൂടാവണ പരിപാടി അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മളൊരു അത്യാവശ്യം കിടിലം കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പം വേപ്പർ സിസ്റ്റം ഉണ്ടല്ലോ, കൂളിംഗ് സിസ്റ്റം വേറെ ലെവലിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറയും കാണാനൊക്കെ നോക്കും എന്ത് എലഗൻ്റാണ്. നമ്മൾ പിന്നെ ഡിസ്പ്ലേ മൊത്തത്തിലൊന്ന് സിമ്മട്രി ഏതോ ഒരുത്തുണ്ടല്ലോ ഒരു യൂട്യൂബിൽ പറഞ്ഞ അവൻ കാരണം കരയായിരുന്നു. ഇവിടെ എന്തൊരു കറുത്ത ഇതുണ്ട്, ഇത് പ്രോപ്പറല്ല. അവൻ്റെ കരച്ചിൽ മാറ്റാനായിട്ട് സിമ്മട്രി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും മിണ്ടരുത് കേട്ടല്ലോ. പിന്നെ വലിയ മാറ്റമൊന്നുമില്ല. AI പരിപാടിയാണ്. കൊച്ചു പിള്ളേരൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ പടം വരച്ച് കഴിഞ്ഞാൽ മറ്റേ അതിനെ ജനറേറ്റ് ചെയ്യണ ഒരു പരിപാടി കൊടുത്തിട്ടുണ്ട്. കൊച്ചു പിള്ളേരെ ഫോക്കസ് ചെയ്ത് ഇറക്കിയ ഒരു സ്കീമാണ് അത്. ഈ കൊച്ചു പിള്ളേരൊക്കെ കരയും മറ്റേ കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ സാധനം തുറന്ന് വെച്ചിട്ട് ആ പേന എടുത്ത് കൊടുത്തിട്ട് വരയുടെ എന്ന് പറഞ്ഞിട്ട് ആ ജനറേറ്റൊക്കെ ചെയ്ത് പിള്ളേരെ അവിടെ നിന്ന് കളിച്ചോളൂ. അല്ലാതെ മുതുകുകൾക്കല്ല ആ സാധനം വെച്ചേക്കുന്നത്. വേണമെങ്കിൽ മുതുകുകൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ വല്ല പ്രസൻറ്റേഷനൊക്കെ പോകാൻ വേണമെങ്കിൽ വല്ല എന്തെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വരാന്ന് വരച്ചിട്ട്. പിന്നെ AI ഇൻ്റർപ്രട്ടർ ഉണ്ട്. ലാംഗ്വേജ് ഇംഗ്ലീഷ് ടു ജർമ്മൻ, ഇംഗ്ലീഷ് ടു ജപ്പാൻ, ഇംഗ്ലീഷ് ടു ഹിന്ദി ടു പല ലാംഗ്വേജ് തുടങ്ങിയ ലാംഗ്വേജ്. മലയാളവും ബാക്കിയുള്ളതൊക്കെ പതുക്കെ വരുന്നതല്ല, വരാതിരിക്കുകയൊന്നുമില്ല. പിന്നെ 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്. ഒരുത്താന്മാരും കൊടുക്കണില്ല, ഉള്ള കാര്യം പറയാനല്ലേ. പിന്നെ കോമ്പറ്റീഷന് വെച്ചൊന്നും കമ്പയർ ചെയ്യരുത്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ OnePlusന് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. കുറച്ചും കൂടെ വൈഡായിട്ടുള്ള ഫോണാണ് OnePlusൻ്റെ. പിന്നെ മറ്റേ വിവോയിലാണെങ്കിൽ ക്യാമറ ഒരു രക്ഷയില്ല, പണ്ടാരടങ്ങ. ഈ സാധനത്തിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ S24 അൾട്രയുടെ ക്യാമറ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇത് മേടിച്ച് കഴിഞ്ഞാൽ കരയും, കൊടുക്കത്തുമില്ല. പിന്നെ നമ്മളെന്തിനാണ് ആ ഫോണ് വലിയ ക്യാമറ എന്ന് പറഞ്ഞ് ഇറക്കണത്? തെക്ക് ലോകത്തിലെ തറവാടി ആരും ചോദിച്ചു കഴിഞ്ഞാൽ സാംസങ്, അത് കഴിഞ്ഞേ വരൂ ആപ്പിളും കൂപ്പിളൊക്കെ. അയ്യോ കൊറിയയിലും നിങ്ങളൊന്ന് പോയി ചായച്ച് വാങ്ങണം, ബഹുമാനിക്കും. അപ്പോഴാണ് നമ്മളൊന്ന് അടിച്ചു മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കൊണയൊക്കെ പറയും. എനിക്ക് വേറെ പരിപാടി ശരി എന്നാ. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് ഹേ ഗൈസ്. ആരും പേടിക്കേണ്ട, അവ എനിക്കിട്ട് താങ്ങിയതാണ്, അല്ല വേറെ ഒന്നുമില്ല. ഇവിടെ വേറെ ആരും അല്ല കംപ്ലൈൻറ്റ് ഉണ്ട്, ഞാനാണ് ആ വീഡിയോ ഇട്ടത്. അവർ അടിച്ച് മാറ്റുന്നത്. എന്താണെങ്കിലും ഇതാണ് നമ്മുടെ ഗാലക്സി Z Fold 6. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ വളരെ സിംപ്ലിഫൈ ആയിട്ട് പറയാനാണ് എനിക്കിവിടെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഗംഭീര ഒരു ഫോണായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ ഫോൺ ഫീൽ ചെയ്തത്. പക്ഷേ ഇത് 1,65,000 രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഫോണും 1,00,000 മേലെ ഇല്ല എന്നുള്ള ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആൻഡ് നിങ്ങൾക്ക് ഫോൾഡബിൾ ഫോൺ അത്രയ്ക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OnePlus ഓപ്പൺ ഉണ്ട്. കുറച്ചും കൂടെ വൈഡായിട്ടുള്ള ഡിസ്പ്ലേയിലാണ് അത് വരുന്നത്. ആൻഡ് അതിൽ AI പരിപാടികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒന്നുമില്ല. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് അതിൻ്റെ അകത്തുണ്ട്. അത്യാവശ്യം ബോറില്ലാത്ത ഒരു ക്യാമറ സിസ്റ്റം അതിൻ്റെ അകത്തുണ്ട്. ഹാസൽബ്ലാഡിൻ്റെ തന്നെയാണ് കളർ സ്കീമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതല്ലാത്തവർക്ക് വിവോരെ ഇപ്പോൾ ഇറങ്ങിയ ഒരു ഫോൾഡ് ഓപ്ഷൻ ഉണ്ട്. അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടെ ബെറ്റർ ഡിസ്പ്ലേ, കുറച്ചും കൂടെ ബെറ്റർ സെയിം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. ക്യാമറ, വിവോരെ ക്യാമറ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. CalCSൻ്റെ മറ്റേ കോട്ടിങ്ങും ബഹളവും. അവന്മാരെ ഫോട്ടോഗ്രാഫിയുടെ ഒരു പരിപാടി വേറെ ലെവലാണ്. ഏകദേശം നമുക്ക് Vivo X100 Proയിൽ കിട്ടുന്ന ഏകദേശം അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് തന്നെ ഇതിലും കിട്ടുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്കൊരിക്കലും സാംസങ് ഗാലക്സി S24 അൾട്രയിലുള്ള ഒരു ക്യാമറ സിസ്റ്റമൊന്നും അല്ല ഇവരോട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി വൈഡ് ലെൻസും പിന്നെ ഒരു 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 10 മെഗാ പിക്സലിൻ്റെ ഒരു 3x ഒപ്റ്റിക്കലുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് എന്താണ് നമുക്ക് തരുന്നത്? അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോസ് നമുക്ക് കിട്ടും. പോർട്രേറ്റ് ഫോട്ടോസൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത, ഞാൻ പറയില്ലേ, നമുക്കൊരിക്കലും S24 അൾട്രയിലോ S23 അൾട്രയിലോ കിട്ടുന്ന ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് പ്രോസസ്സിംഗ് ഒന്നും ഇതിൽ കിട്ടില്ല. അതാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് പേഴ്സണലി ഫീൽ ചെയ്തത്. ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് LTPO പാനലാണ് വരുന്നത്.
അകത്തും പുറത്തും. പിന്നെ മറ്റേ AMOLED 2X എന്ന് പറയുന്ന അവരെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2600 പീക്ക് ബ്രൈറ്റ്നസ്, പീക്ക് അതിൻ്റെ ആവശ്യമില്ല, വെയിലത്തിറങ്ങുമ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാതെ കാണാം. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. വളരെ സ്മൂത്തായിട്ടുള്ളൊരു സാധനം. ഞാൻ നേരത്തെ അടുത്ത് പറഞ്ഞ പോലെ One UI 6 അടിപൊളിയായിട്ടുണ്ട്. അകത്തും പുറത്തും അടിപൊളി തന്നെയാണ്. അകത്തുള്ള ഞാൻ പറയാം ഡിസ്പ്ലേ അത്യാവശ്യം പറ്റും. ഇവിടെ 4 മെഗാ പിക്സലിൽ ആരും യൂസ് ചെയ്യാത്തൊരു സാധനമുണ്ട്, മറ്റേ വീഡിയോ കോൺഫറൻസിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ക്രീസിൻ്റെ ഒരു ഇത് കുറച്ചിട്ടുണ്ട് അവർ, മാക്സിമം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ക്യാമറയുണ്ട്, ഇവിടെയും ക്യാമറ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല അൾട്രാ 4K ഒക്കെ വെച്ചിട്ടൊക്കെ വീഡിയോ എടുക്കാം. സെൽഫിയൊക്കെ അത്യാവശ്യം അടിപൊളി തന്നെയാണ്. സാംസങ്ങിൻ്റെ സെൽഫി യൂഷ്വലി അടിപൊളി തന്നെയാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി വിത്ത് ദ ബ്രാൻഡ് ന്യൂ സാംസങ് ഗാലക്സി Z Fold 6. ഗൈസ്, നമ്മൾ വ്ലോഗ് ചെയ്യുകയാണ് ഗൈസ്. നമ്മുടെ ഓണറിൻ്റെ 200ൻ്റെ പരിപാടി നടക്കുകയാണ്. അപ്പോൾ സാംസങ്ങിൻ്റെ ഫോൾഡ് വെച്ച് ബാക്ക് ക്യാമറയിൽ ഞാൻ വ്ലോഗ് എടുത്തുകൊണ്ട് നടക്കുകയാണ് ഗൈസ്. വെരി സുഖം, പരമസുഖമാണ്, പറഞ്ഞാൽ വയ്യ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബാക്ക് ക്യാമറയെ വെച്ച് എടുക്കുന്ന വീഡിയോ ആണ്. നമുക്ക് പ്രിവ്യൂ നമുക്ക് താഴത്തെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അതായത് വ്ളോഗൊക്കെ ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഈ ഒരു ക്യാമറ വെച്ചിട്ട്. ആൻഡ് വി ഹാവ് അൾട്രാ വൈഡ്, ദിസ് ഇസ് 3x ആൻഡ് 1x ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസ്ഡ് ആണ്. അൾട്രാ വൈഡ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസ്ഡ് അല്ല, പക്ഷേ ഇറ്റ്സ് അൾട്രാ വൈഡ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് ഗൈസ്, ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ചാർജിങ് സ്പീഡ് 25 വാട്ട് തന്നെ ഇപ്പോഴും. പൊന്നണ്ണാ, എന്തിടെ പേടിയാടേ നിനക്കൊക്കെ ഫാസ്റ്റ് ചാർജിങ് തരാൻ? പേടിച്ചിരിക്കുകയാണോ? സാംസങ്ങിനും ആപ്പിളിനും പേടിയാണ്. അയ്യോ, വല്ലതും പറ്റിയാലോ പഴയതുപോലെ? നാണം ഉണ്ടാടാ നിനക്കൊക്കെ, നാണം. 2024 25 വാട്ടിന് ഫോൺ കൊടുക്കാനായിട്ട് 1 മണിക്കൂർ എടുക്കും. കുറേയൊക്കെ 10% 100 ആവാൻ തങ്ക കുടങ്ങൾ. എന്തിനാണെങ്കിലും ഇവിടെ അമ്മ ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി നൈസ്. ഡിസൈൻ പരിപാടി നോക്കിയാണ്. പിന്നെ ഇവിടെ ബ്ലാക്ക് റിങ് കൊടുത്തിട്ടുണ്ട്, ഒരു കുറച്ച് പേഴ്സണാലിറ്റി വന്നിട്ടുണ്ട് ക്യാമറ അറേക്ക്. പിന്നെ എടുത്ത് പറയാനായിട്ട് അങ്ങനെയൊക്കെ ഉള്ളൂടെ, അല്ലാതെ വേറെ ഞാൻ ഭയങ്കര ഒന്നും പറയാനില്ല. പിന്നെ വയർലെസ് ചാർജിങ് ഉണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഈ സാധനം ഇതുമായിട്ട് നല്ല ഹൈലി കോമ്പാറ്റബിൾ ആണ്. സാംസങ് ബഡ്സും ഹൈലി കോമ്പാറ്റബിൾ ആണ്. നമുക്ക് 24 ബിറ്റ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. സൗണ്ട് സിഗ്നേച്ചർ അത്യാവശ്യം നൈസായിട്ടുണ്ട്. ഇതേപോലെ സാംസങ് ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് അടിപൊളി തന്നെയാണ്. പക്ഷേ ഇതിന് ഇപ്പോഴും പ്രശ്നം വന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയെ പറ്റിയൊക്കെ ഇപ്പോൾ ഒരു വലിയ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. സാംസങ് അത് മിക്കവാറും ഇതൊക്കെ ചിലതൊക്കെ കോൾ ബാക്ക് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ പറ്റിയൊന്നൊരു പിടിയൊന്നും ഇല്ലടേ. എന്തിനാണെങ്കിലും ഫോൺ ഒറ്റ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ്. നിങ്ങൾ ഫോൾഡബിൾ എന്നുള്ള രീതി നോക്കുന്ന സമയത്ത് ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ നിന്നും വില കുറഞ്ഞ ഫോൾഡബിൾസും മാർക്കറ്റിലുണ്ട്. പിന്നെ AI പരിപാടിയൊക്കെ അറിയാമല്ലോ, മറ്റേ പടം വരച്ച് കഴിഞ്ഞാൽ മിന്നിത്തിന്നും നക്ഷത്രങ്ങൾ, കൊച്ചു പിള്ളേർക്കൊക്കെ പറ്റിയ സാധനമാണ്. ഇത് ഇങ്ങനത്തെ പേന വാങ്ങിക്കണം കേട്ടോ. കൈ കൊണ്ട് വരയ്ക്കാം, പക്ഷേ പേന വെച്ച് വരയ്ക്കണതാണ് അതിൻ്റെ ഒരു മര്യാദ. ഇത് വന്നിട്ട് സ്കെച്ച് ടു ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ നമുക്കിതുപോലെ പിന്നെ ഈ ഫോട്ടോയിൽ തന്നെ ഞാനിപ്പോൾ ഒരു പോളാർ ബെയർ ഒരു സൈബർ ട്രക്കിലൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ഫോട്ടോയൊക്കെ ഇതിൽ നിന്ന് ഞാൻ വെച്ചത്. അത് ഫോട്ടോ എടുത്തിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വരയ്ക്കും. അടിപൊളിയാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പൂച്ചേനെ കാര്യം വരയ്ക്കുകയാണ്, ഇങ്ങനെ ഇത് പൂച്ചയാണെന്ന് പറയൂല, എന്നാലും ഇരിക്കട്ടെ ഒരു കണ്ണൊക്കെ വെച്ച് ഒരു മുക്കൊക്കെ വെച്ച്. ബൈ ദ വേ, ഗാലക്സി AI പല സാധനങ്ങളും നെറ്റ് വഴിയേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഫോണിൻ്റെ ഇത് വെച്ചാൽ നെറ്റില്ലെങ്കിൽ AI പരിപാടികളൊന്നും വർക്ക് ചെയ്യൂല. പക്ഷേ വേറൊരു കോമഡി ഉണ്ട് കേട്ടോ. ഈ പേന വെച്ചിട്ട് ഈ ഡിസ്പ്ലേ നമുക്ക് ഞോണ്ടാൻ പറ്റൂല. അതെന്തെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ലടേ. വന്നടേ. ഞാൻ വരച്ച പൂച്ച സെറ്റ്. ഇങ്ങനത്തെ ഒരു പൂച്ച നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ? അതാണ് എൻ്റെ പൂച്ച. ഒരു പൂച്ച മാത്രമല്ല, പല പല ടൈപ്പ് പൂച്ചകൾ. അപ്പം ഞാൻ അതാണ് പിള്ളേർ സെറ്റുകൾക്കൊക്കെ ഈ സാധനം അവർ മണിക്കൂർ കണക്കിന് ഇരിക്കും. പിന്നെ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഇൻ്റർപ്രറ്റർ. അപ്പം ഇങ്ങനെ വരും. ഇങ്ങനെ ഞാൻ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഹായ് ഹൗ ആർ യു, മൈ നെയിം ഈസ് ഷാസ് മുഹമ്മദ്, ഐ ആം ഫ്രം ഇന്ത്യ. I am from Alina. Alina, India. What is the weather in Dubai? And where is your house? ما هو الطقس في دبي? കറക്റ്റാണെന്നാണ് തോന്നണത്. അറബി അറിയാവുന്ന ആരെങ്കിലും ഇതൊന്ന് കറക്റ്റ് ആണെങ്കിൽ പറയട്ടെ. എന്തായാലും ഹിന്ദിയുണ്ട്, മലയാളവും തമിഴൊന്നും വന്നിട്ടില്ല.
അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറച്ച് പരിപാടികളാണ്. ഇതൊക്കെ ഈ AI പരിപാടിയെ പറ്റി ഞാൻ വലുത് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അപ്ഡേറ്റിൽ മിക്കവാറും ഫോൾഡ് 5 വരും. അപ്പോൾ നമ്മൾ എന്തിനായി WI. അപ്പോൾ ഇതൊന്നും ആ ഓപ്ഷനും വെച്ച് എടുക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഫോൾഡ് 3 ഫോൾഡ് 2 ഫോൾഡ് 1 ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് പറ്റിയ ഒരു അപ്ഗ്രേഡാണ് ഈ ഫോൺ. ഫോൾഡ് 5 ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് മാറേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കൊള്ളാം, പക്ഷേ എൻ്റെ പ്രൈസ് കൂടിപ്പോയത് 1,65,000 ഭയങ്കര ഷോക്കാണ്. പിന്നെ ദുബായിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അൽത്തമാമി പോയി കഴിഞ്ഞാൽ നല്ല ഓഫറിൽ കിട്ടും. എൻ്റെ പേര് പറഞ്ഞാൽ മതി. ഒറ്റ ഷോട്ടിന് കേട്ടോ, ഒറ്റ ഷോട്ട് വല്ല ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ വരയ്ക്കാനൊക്കെ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മറ്റേ ഈ ടാബിയും അങ്ങനത്തെ പരിപാടിയൊന്നും വർക്ക് ചെയ്യില്ല. അല്ലാത്തവർക്ക് ആമസോണിൽ ഏകദേശം പിങ്ക് കളറിന് ഇതിൻ്റെ പിങ്ക് കളറിന് 1500 256 GB 1500 6500 കിടപ്പുണ്ട്. ഇതിൻ്റെ നീലയും ഈ കളറിനൊക്കെ 6800 ദർഹമാണുള്ളത്. അത് ചോയ്ത്രത്തിൽ നിന്നൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പം പക്ഷേ 1 വർഷത്തെ വാറൻറ്റിയൊക്കെ കിട്ടുന്നുണ്ട്. ദുബായ് പീസ് തന്നെയാണ്. പിന്നെ അല്ലാത്തവർക്ക് ഇന്ത്യയിൽ വേറെ ഓപ്ഷനൊന്നുമില്ല. 1,65,000 കൊടുക്കണോടെ. പിന്നെ എക്സ്ചേഞ്ച് ഓഫറൊക്കെ കിട്ടിയാൽ നിനക്കൊക്കെ ഭാഗ്യം. അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എന്തിനാണെങ്കിലും ഫോൺ കൊള്ളാം, പക്ഷേ ക്യാമറ S24 അൾട്രയുടെ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ ഇതാണെങ്കിലും സപ്പോർട്ടാണെങ്കിലും പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഇല്ല, ശോകം. പിന്നെ ഡിസ്പ്ലേ അടിപൊളി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ചാണ്. ആകെ ഉള്ളൊരു ചെറിയ പ്രശ്നം ഫാസ്റ്റ് ചാർജിങ് ഇപ്പോഴും കൊടുത്തില്ല എന്നുള്ളതും, ചാർജറില്ല, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ 1,65,000 മേടിച്ച് അങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയൂല. അത്രയും പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഫോണിനൊന്നും അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. കാശുള്ളവൻ അതൊക്കെ ചെയ്യും, അതൊക്കെ അവരുടെ ഇഷ്ടം. അവർക്ക് കാശ് എങ്ങനെയെങ്കിലും സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല. അത് EMI ഒക്കെ എടുത്ത് ഇതൊക്കെ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. തറ വീണ് കഴിഞ്ഞാൽ മറ്റേ ശശി പന്നല്ലാലാവും. അകത്തുള്ള ഡിസ്പ്ലേ എന്തും സംഭവിക്കാം. അവരൊക്കെ പല 10 വർഷം ഫോൾഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞാലും നമ്മൾ വാറണ്ടി പീരീഡിൻ്റെ അണ്ടറിലൊന്നും ഇല്ലെങ്കിൽ ജെട്ടി കയറും. പിന്നെ ഗാലക്സി അഷ്വറൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് നമ്മുടെ നാട്ടിൽ. അത് മസ്റ്റായിട്ട് എടുക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ അകത്തുള്ള ഡിസ്പ്ലേക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം കവർ ചെയ്ത് പോകും. അപ്പോൾ അതൊക്കെ ഇപ്പം എന്തൊക്കെ ഓഫർ കിടപ്പുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അല്ലാത്ത വശത്തും ഇതൊന്നും എടുക്കരുത്. ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ പണിയാണ്. താറ വീണ ഉണ്ടല്ല, വിക്ടസും അല്ല, ഗൊറിലയും അല്ല, ഒന്നിനെ വിളിച്ചിട്ടും കാര്യമില്ല, പണിയാണ്. ഇത് ഇവിടെയൊക്കെ മൂവ്മെൻറ്റും ഹിഞ്ചൊക്കെയാണ്. പക്ഷേ നല്ല ഹിഞ്ചൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞ് പട്ടി പോയാൽ എന്തെങ്കിലും. പിന്നെ അതേപോലെ വേറൊരു കാര്യം എടുത്ത് പറയുള്ളൂ, ഈ പ്രാവശ്യത്തെ ഏറ്റവും ഇത് ഭയങ്കരമായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമ്മൾ പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണെങ്കിലും അകത്ത് ഡസ്റ്റ് വരില്ല. ദാറ്റ് അവർ പൊളിച്ച് IP48 റേറ്റിംഗ് ഒക്കെയാണ് കൊടുത്തേക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. സാധനം കൊള്ളാം, ബാക്കിയൊക്കെ നിങ്ങളിഷ്ടം. ഫോൺ മേടിക്കണോ വേണ്ടതെന്ന്.